ജയസുരൻ സർ, നമുക്കറിയാം ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ശുദ്ധി കലശത്തിന് ഇറങ്ങിയിരിക്കുകയാണ് പോലീസും എക്സൈസും ഒക്കെ. പക്ഷേ ഈ ഒരു സംഭവം വലിയ വാർത്തയാവുന്നത്, എല്ലാവരും ചർച്ച ചെയ്യുന്നത് സെലിബ്രിറ്റി സ്റ്റാർഡമുള്ള ആളുകൾ ഇതിന്റെ ഒരു പിടിയിൽ വീഴുമ്പോഴാണ്. നമുക്കറിയാം വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പറെ അറസ്റ്റ് ചെയ്തതിനു ശേഷം, അയാളിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തതിനു ശേഷം വലിയൊരു ചർച്ചയ്ക്കാണ് ഈ ഒരു വിഷയം വഴിവെച്ചിട്ടുള്ളത്. ഒപ്പം വേടന്റെ കഴുത്തിലുള്ള പുലിപ്പല്ല്, ഇനി ഒരു പക്ഷേ എക്സൈസും പോലീസും ഒക്കെ ഈ ഒരു ലഹരി പിടിച്ചെടുത്ത കേസിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാലും, അല്ലെങ്കിൽ ജാമ്യം ലഭിച്ചാലും, വിട്ടുവീഴ്ച തന്നെയാണ് ഉദ്ദേശിച്ചത്, ജാമ്യമാണ്, ജാമ്യം ലഭിച്ചാലും ഫോറസ്റ്റുകാർ വേടനെതിരെ നിലപാട് ഘടിപ്പിച്ചിട്ടുണ്ട്. കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഒറിജിനൽ പുലിപ്പല്ലാണെന്നാണ് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഗീവർഗീസ് മാർ കൂറിലോസ് ഒരു പ്രസ്താവന ഇറക്കുന്നത്. വേടന്റെ കറുപ്പിന്റെ രാഷ്ട്രീയത്തോടൊപ്പം ലഹരിക്കെതിരെയും എന്റെ നിലപാട്, വേടന്റെ വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള കലാവിപ്ലവം തുടരട്ടെ. എപ്പോ മുതലാണ് ജയസൂര്യൻ സാർ നമ്മുടെ ദൈവങ്ങൾക്ക് ഈ ഒരു കറുപ്പും വെളുപ്പും നിറം തിരിച്ചുള്ള ഒരു ഇത് വന്നത്? എന്താണ് നമ്മുടെ ഗീവർഗീസ് മാർ കൂറിലോസ് വ്യക്തമാക്കുന്നത്? യാക്കോബായ നിരണം ഭദ്രാസനത്തിന്റെ മുൻ മെത്രാപ്പോലീത്തയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവിടെ ശ്രദ്ധിച്ചത് മുൻ എന്നുള്ള വാക്കാണ്. അദ്ദേഹം മെത്രാപ്പോലീത്ത ആയിരുന്നപ്പോൾ ഇങ്ങനെയൊന്നും പറയാൻ ധൈര്യപ്പെട്ടില്ല. ഇപ്പോൾ സ്ഥാനമൊക്കെ ഒഴിഞ്ഞ് റിട്ടയർമെന്റിലേക്ക് കടന്ന് മുൻ മെത്രാപ്പോലീത്ത ആയിരിക്കുന്ന ഗീവർഗീസ് മാർ കൂറിലോസ് ചില സത്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യം കാണിച്ചതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കട്ടെ. ആദ്യമായി അദ്ദേഹം പറഞ്ഞത് ഇതാണ്: വേടന്റെ വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള കലാവിപ്ലവം തുടരട്ടെ എന്നാണ്. അപ്പോൾ ഇവിടെ ആ വെളുത്ത ദൈവങ്ങൾക്കെതിരെ അദ്ദേഹത്തിന് ശബ്ദിക്കാനുള്ള ധൈര്യം കിട്ടിയത് റിട്ടയർമെന്റിന് ശേഷമാണ്, മുൻ മെത്രാപ്പൊലീത്ത ആയതിനു ശേഷമാണ്. അതിനു മുമ്പ് അദ്ദേഹത്തിന് അതിനുള്ള ധൈര്യമില്ല. അപ്പൊ വെളുത്ത ദൈവങ്ങൾക്കെതിരെ ഒരു കലാപം വേണം എന്ന് മെത്രാപ്പൊലീത്തയ്ക്ക് നിർബന്ധമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിത അനുഭവം അതായിരിക്കും അദ്ദേഹത്തെ പഠിപ്പിച്ചത്. ഇപ്പോൾ ഇന്ത്യയിലെ ദൈവങ്ങളെ നോക്കൂ. വിഷ്ണു ഭഗവാൻ കറുത്തതാണ്, ശിവൻ കറുത്തതാണ്, കൃഷ്ണൻ കറുത്തതാണ്. കൃഷ്ണൻ എന്ന പേരിന്റെ അർത്ഥം തന്നെ കറുമ്പൻ എന്നാണ്. രാമൻ കറുത്തതാണ്, കാളി കറുത്തതാണ്. ഇന്ത്യൻ ദൈവങ്ങളെല്ലാം കറുത്തതാണ്. കാരണം ഇന്ത്യക്കാർക്ക് പൊതുവെ കറുത്ത നിറമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മെത്രാപ്പൊലീത്ത ഉദ്ദേശിച്ചത് ഈ പറയുന്ന ദൈവങ്ങളെ ഒന്നുമല്ല എന്ന് വളരെ വളരെ വ്യക്തമാണ്. പിന്നെ വെളുത്ത ദൈവങ്ങൾ, നീതു ചോദിച്ച പോലെ എന്ന് മുതലാണ് വെളുത്ത ദൈവങ്ങൾ വന്നത്? ബ്രിട്ടീഷുകാര്, ഡച്ചുകാര്, ഫ്രഞ്ചുകാര്, പോർച്ചുഗീസുകാര് വന്നത് മുതലാണ് ഇവിടെ വെളുത്ത ദൈവങ്ങൾ കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഗീവർഗീസ് മാർ കൂറിലോസിന്റെ ഈ വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്നും വന്ന ദൈവങ്ങളാവാനാണ് സാധ്യത. കാരണം ഇന്ത്യയിലെ ദൈവങ്ങളെല്ലാം കറുത്തതാണ്. അപ്പോ അദ്ദേഹത്തിന് അധികാരമുണ്ടായിരുന്നപ്പോൾ, പദവി ഉണ്ടായിരുന്നപ്പോൾ, ചുമതലയുണ്ടായിരുന്നപ്പോൾ ഈ സത്യം അറിയാമെങ്കിലും പറയാൻ വയ്യായിരുന്നു. ഇപ്പം മുൻ മെത്രാപ്പൊലീത്തയായി റിട്ടയർ ചെയ്ത് വെറുതെ ഇരുന്നപ്പോഴെങ്കിലും ഈ സത്യം ഒന്ന് പറയാൻ കിട്ടിയ അവസരം അദ്ദേഹം ഉപയോഗിച്ചതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാതെ വയ്യ. തീർച്ചയായിട്ടും അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ലഹരിക്ക് എതിരെ സംസാരിച്ചു എന്നുള്ളതും അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. കാരണം ഈ അദ്ദേഹത്തിന്റെ പോലെയുള്ള സഭകൾ ഈ ലഹരി ഉണ്ടാക്കാനുള്ള ഡിസ്റ്റിലറിക്ക് ലൈസൻസ് എടുത്തു വെച്ച് ലഹരി ഉണ്ടാക്കി അത് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന, ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മതവിഭാഗമാണല്ലോ. അപ്പോൾ അതിനെതിരെയും അദ്ദേഹത്തിന് ഇപ്പോൾ സംസാരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായത് റിട്ടയർമെന്റിന് ശേഷമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഏതായാലും റിട്ടയർമെന്റിന് ശേഷമെങ്കിലും അദ്ദേഹം ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞതിൽ നമുക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കാം. അദ്ദേഹത്തിന്റെ ഈ വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വെളുത്ത ദൈവങ്ങൾ നടത്തിയ അനീതികളും അക്രമങ്ങളും അധിനിവേശങ്ങളും അടിച്ചമർത്തലുകളും അധീശത്വങ്ങളും എല്ലാം നമുക്ക് ചർച്ചയാക്കാം. ആ കാര്യത്തിൽ ഇനി മുൻ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ കൂറിലോസിന്റെ സജീവമായ ഇടപെടൽ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
യെസ്. എല്ലാവരും പറയുന്നു നമ്മുടെ ഗായകൻ ഷഹബാസ് അമൻ അല്ലെങ്കിൽ എല്ലാവരും എല്ലാവരും ഈ നമ്മുടെ ഈ മുൻ മെത്രോപൊലീത്ത അടക്കം എല്ലാവരും പറയുന്നു വേടൻ ഇവിടെ വേണം, വേടൻ ഇവിടെ വേണം. ശരിയാണ്, വേടൻ വേണം, വേടന്റെ പാട്ട് വേണം, എല്ലാം വേണം. പക്ഷേ ഈ ഒരു തരത്തിൽ പൊതുവേദികളിൽ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് സ്വന്തം ഫ്ലാറ്റിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുക, ചോദിക്കുമ്പോൾ പറയുന്നത് ഞാൻ MDMA അല്ല അല്ലെങ്കിൽ സിന്തറ്റിക് ലഹരികളല്ല ഉപയോഗിക്കുന്നത്, കഞ്ചാവാണെന്ന് പറയുക. അതിനൊക്കെ ഒരു മേലങ്കിയായിട്ട് അണിയുന്നത് ഒരു ജാതിയുടെ ഒരു കോട്ടാണ്. ഞാൻ സവർണനായതുകൊണ്ട് ആക്രമിക്കപ്പെടുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് അദ്ദേഹം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ വേടൻ എന്ന ഗായകനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഈ ഒരു രീതിയിലേക്കാണ് നമ്മുടെ ഈ മുൻ മെത്രോപൊലീത്തയും വീണിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു ദൈവങ്ങളെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ഒരു സവർണൻ എന്നുള്ള ഒരു ഐഡന്റിറ്റിയെ കൂട്ടുപിടിച്ച് പലരും ഇവിടെ അത്തരം ആഹ്വാനങ്ങൾ സോഷ്യൽ മീഡിയകളിൽ നടത്തുന്നില്ലേ? ഈ സവർണൻ അവർണൻ എന്നുള്ള ആ ഒരു വേർതിരിവ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് രണ്ടു കൂട്ടരാണ്. ഒന്ന്, ഇന്ത്യയില് മതപ്രചരണത്തിന് വന്ന ഇന്ത്യൻ മതങ്ങളല്ലാത്ത സെമിറ്റിക് മതങ്ങൾ മതപരിവർത്തനത്തിന് വേണ്ടി സവർണാവർണ വ്യത്യാസം കുത്തിവെക്കുകയും ആര്യദ്രാവിഡ സിദ്ധാന്തം വിദ്യാഭ്യാസത്തിൽ പ്രയോഗിക്കുകയും ചെയ്തു. രണ്ടാമത്തെ കൂട്ടർ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവർ രണ്ടുപേരുമാണ് സവർണാവർണ വ്യത്യാസങ്ങൾ ഭാരതത്തെ പഠിപ്പിക്കുന്നതും അതിനെ പുതിയ തലമുറയുടെ ഇടയിൽ വലിയ തീയായിട്ട് പടർത്തുകയും സാഹിത്യ സാംസ്കാരിക നായകന്മാർക്കിടയിൽ അത് ചർച്ചാ വിഷയമാക്കുകയും കലാസാഹിത്യ രംഗങ്ങളിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ ഇവിടെ ഭാരതത്തിൽ ഇങ്ങനെ ഒരു സംഭവമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആദികാവ്യമായ രാമായണം എഴുതിയത് ഒരു വർണ്ണത്തിലും പെടാത്ത കാട്ടാളനാണ്. അതുപോലെ തന്നെ വ്യാസൻ, മുക്കുവ സ്ത്രീക്ക് ഉണ്ടായ കുട്ടിയാണ് വ്യാസൻ. ആ വ്യാസനാണ് മഹാഭാരതവും അതേപോലെ തന്നെ വേദങ്ങൾ രചിച്ചതും ഉപനിഷത്തുകൾ എഴുതിയതും എല്ലാം. അപ്പൊ കാട്ടാളനും മുക്കുവന്റെ മകനും ഒക്കെയാണ് ഭാരതത്തിന്റെ സംസ്കാരത്തെ തന്നെ രൂപപ്പെടുത്തിയെടുത്തത്. അപ്പോൾ അവിടെ അവർണൻ സവർണ എന്ന വ്യത്യാസം പോലും ഉണ്ടായിരുന്നില്ല. ഈ അവർണ സവർണ വ്യത്യാസം കൊണ്ടുവരുന്നത് വിദേശികളാണ്. ആ വിദേശികളിൽ സെമിറ്റിക് മതങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അല്ലാതെ ഭാരതത്തില് അവർണ സവർണ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കറുത്ത ദൈവങ്ങൾ ഉണ്ടാകുമായിരുന്നോ എന്നുള്ളത് പഠിക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ ചെലവാകാത്ത ഒരു ചരക്കാണ് ഇപ്പൊ ഇറക്കിയിരിക്കുന്നത്. കഞ്ചാവ് കേസിൽ പിടിക്കുകയും MDMA കേസിൽ പിടിക്കുകയും പുലിപ്പല്ല് കേസിൽ പിടിക്കുകയും ചെയ്യുമ്പം ഞാൻ അവർണനാണേ, ഞാൻ കറുത്തവനാണേ, എന്നെ വേട്ടയാടുന്നേ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രീതിയിൽ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനും കേസിൽ നിന്ന് ഊരിപ്പോകാനും പിന്നെ സിനിമാ രംഗത്തോ കലാരംഗത്തോ ഉള്ള ഫാൻസ് അസോസിയേഷനുകൾ നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയുള്ള ഒരു താൽക്കാലിക അടവ് തന്ത്രം മാത്രമാണ് ഇത്. ഇതിലൊന്നും വീഴാൻ ഒരു മലയാളിയെയും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ മലയാളികൾ ഒരുവിധം ബോധമുള്ളവർ അതിൽ വീഴില്ല എന്നുള്ള കാര്യം ഓക്കെ, അത് സമ്മതിക്കുന്നു. പക്ഷെ ഈ നമ്മുടെ ഗീവർഗീസ് മാർ കുറിലോസിനെ പോലെയുള്ളവർ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇവരിവിടെ, അതാണ് ജയസൂര്യൻ സാർ ഞാൻ ചോദിക്കുന്നത്, ഇവരിവിടെ കൂട്ടുപിടിക്കുന്നത് ഈ സവർണൻ അവർണൻ എന്നുള്ള ഈ ഒരു രീതിയെയും ദൈവങ്ങളെയുമാണ്. ഇതിന് നമുക്ക് എത്രത്തോളം അനുവദിച്ചു കൊടുക്കാൻ പറ്റും? അതാണല്ലോ ഞാൻ പറഞ്ഞത്. നീതു പറഞ്ഞത് അത് തന്നെയാണ്. ബോധമുള്ളവർ വീഴില്ല. ബോധമുള്ളവർ ഇപ്പോഴും മുന്നിട്ടില്ല. ഈ പേര് ഗീവർഗീസ് കുറിലോസ് ആണെന്ന് പറയുന്നത് കൊണ്ട് ബോധം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല എന്നാണല്ലോ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ യൂറോപ്യൻ ദൈവങ്ങൾക്കും അറേബ്യൻ ദൈവങ്ങൾക്കും എതിരെയുള്ള പോരാട്ടം എന്ന് അല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇന്ത്യയിൽ വെളുത്ത ദൈവങ്ങളില്ല. ഇന്ത്യയിലെ ദൈവങ്ങൾക്ക് വെളുത്ത ആനയൊക്കെ ഉണ്ടായിരുന്നു, ഐരാവതം എന്നൊക്കെ പറഞ്ഞ്. അല്ലാതെ ഇന്ത്യയിൽ വെളുത്ത ദൈവങ്ങളില്ല. അപ്പൊ വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ ഇന്ത്യയെ തകർക്കാനോ ഇന്ത്യയെ കീഴടക്കാനോ ഇന്ത്യയെ സ്വാധീനിക്കാനോ ചൂഷണം ചെയ്യാനോ വന്ന വെളുത്ത ദൈവങ്ങളെയാണ് കൂറിലോസ് ഉദ്ദേശിച്ചതെന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ കൂറിലോസിന് അതിനകത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ എന്ന് കരുതാനല്ലാതെ മറ്റു മാർഗ്ഗമില്ല. എന്തായാലും വേടന്റെ ഒരു വിഷയം, വേടനെ കഞ്ചാവ് കേസിൽ വേടനെ എക്സൈസും പോലീസും ഒക്കെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു രീതി വന്നതിന് ശേഷം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഞ്ചാവ് കേസിലാണ്, ലഹരി കേസിലാണ് എന്നുള്ള ഒരു കാര്യം സൗകര്യപൂർവ്വം അങ്ങ് വിസ്മരിച്ചുകൊണ്ട് കലാ സാംസ്കാരിക രംഗത്തെ അല്ലെങ്കിൽ മതവാദികളൊക്കെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ രംഗത്ത് വരികയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട്.
അതിനവർ കൂട്ടുപിടിക്കുന്നത് ദൈവങ്ങളെയും ജാതിയെയും ഒക്കെയാണ് എന്നുള്ളതാണ് ഖേദകരം. വേടൻ ആ രീതിയിൽ വളരെ അപരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കൺസേർട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഒരു മാസം ലഭിക്കുന്നത് വലിയൊരു തുകയാണ്. ആ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ ഒരു അവർണനായതുകൊണ്ട് അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് മാത്രം പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തെ എക്സൈസ് ചോദ്യം ചെയ്തത്, അറസ്റ്റ് ചെയ്തതൊക്കെ ലഹരി കയ്യിൽ വച്ചു എന്നുള്ള കുറ്റത്തിനാണ്. അല്ലാതെ ഗീവർഗീസ് മാർ കുറിലോസ് പറയുന്നത് പോലെ കറുത്ത ദൈവത്തിന്റെയോ വെളുത്ത ദൈവത്തിന്റെയോ വക്താവായതുകൊണ്ടല്ല. എന്തായാലും വ്യക്തമാണ് ജയസൂര്യൻ സാർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.